ഇറാനിലെ മൂന്നാമത് ബിഗ്ഗസ്റ്റ് സിറ്റി ആയിരിക്കുന്ന ഇസ്ഫഹാനിൽ ഈ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ 3 ബ്ലാസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ബ്ലാസ്റ്റുകൾക്ക് പിറകിൽ ഇസ്രായേൽ എന്ന രീതിയിലാണ് ഇന്ന് അമേരിക്കയിലെ പല ടോപ്പ് ഒഫീഷ്യൽസും മാധ്യമങ്ങളോട് ഈ കാര്യത്തെപ്പറ്റി കൺഫേം ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൽ തിരിച്ചടി ഇറാന് നേരെ വന്നിരിക്കുന്നു എന്ന രീതിയിൽ ഇതിനെപ്പറ്റി ലോക മാധ്യമങ്ങൾ ഒന്നടങ്കം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈവൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ കൺട്രീസിലെയും അമേരിക്കയിലെ നിരവധി മാധ്യമങ്ങൾ പോലും പുതിയൊരു യുദ്ധത്തിന് ഇസ്രായേൽ തിരികൊളുത്തുന്ന രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇന്ന് ഇസ്രായേൽ തിരിച്ചടിക്കാനായിട്ട് തയ്യാറായത്? ഈ തിരിച്ചടിയിലൂടെ എന്തെല്ലാം പ്രത്യാഘാതങ്ങളായിരിക്കും ലോകത്തിലെ പല വേദികളിലും സംഭവിക്കാൻ പോകുന്നത്? വളരെയധികം വിശദമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഏപ്രിൽ 1 ഈ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ആസ്പദമായ കാര്യം സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഉത്ഭവം എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ടോപ്പ് കമാൻഡറായിട്ട് വിശേഷിപ്പിക്കുന്ന ഖ്വാസിം സുലൈമാനി എന്ന് പറയുന്ന IRGCയുടെ ലീഡറിനെ ഇറാഖിൽ വെച്ച് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വധിച്ചു എന്ന് പറയുന്ന വാർത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ആ വാർത്ത അന്നൊരു ന്യൂ ഇയർ ദിവസമായിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷം തുടങ്ങുന്നത് ലോകത്തെ ഒരു മഹായുദ്ധമായിട്ട് മാറാൻ പോകുന്ന കാര്യമായിരിക്കുമെന്ന രീതിയിലായിരുന്നു അന്ന് ഇതിനെപ്പറ്റി പലരും വ്യാഖ്യാനിച്ചത്. എന്നാൽ ഇന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ സിമിലറായ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇറാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്ക് അത് ഇറാന്റെ മണ്ണിൽ നിന്നായതുകൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന രീതിയിലും അത് വലിയൊരു യുദ്ധത്തിന് കാരണമായി മാറുമെന്ന രീതിയിലുമായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നത്തിന്റെ തീവ്രത ഒന്ന് അവസാനിക്കുന്നു എന്ന് കരുതുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ഇന്ന് ഇറാനെ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കാനെടുത്ത സമയം ഈ ഒരു 4 ദിവസങ്ങളിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു പ്രോപ്പർ ആയിരിക്കുന്ന ഡീറ്റെയിലിനെ പറ്റി അറിയൂ. ഏപ്രിൽ 14 ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. അതിനുശേഷമുള്ള ഏതാനും മണിക്കൂറുകൾക്കൊക്കെ തന്നെ ഇസ്രായേലിലെ വാർ റൂം സജ്ജമാക്കിയത് കാണാൻ സാധിക്കും. ഈ വാർ റൂം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ടോപ്പ് പൊളിറ്റീഷ്യൻസും അവരുടെ ഓപ്പോസിഷൻ ലീഡേഴ്സും അവരുടെ മിലിറ്ററി ചീഫും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിയാണ്. ഈ ക്യാബിനറ്റ് മിനിസ്റ്ററെ വിളിച്ചു ചേർക്കുകയും 2 വട്ടം ഇവർ വിളിച്ചു ചേർന്നിട്ടും ഒരു തീരുമാനമെടുക്കാതെ പരസ്പരം പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് ഈ ഒരു മീറ്റിംഗ് അവസാനിപ്പിച്ചതായിട്ടായിരുന്നു പിന്നീട് ഇസ്രായേൽ മീഡിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവിടെയെല്ലാം ആവർത്തിച്ചു പറഞ്ഞ കാര്യമായിരുന്നു ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറാകണമെന്ന്. പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രായേൽ നൽകിയിരിക്കുന്ന F-16, F-15, F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കിയിരിക്കുവാനായിട്ടും ഏത് സമയത്തും ഇറാനെതിരെ ഒരു ആക്രമണം നടത്താനായിട്ട് ഈ ആക്രമണം എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി മാത്രം തീരുമാനമെടുത്താൽ മതി എന്ന രീതിയിലായിരുന്നു ഇസ്രായേലിൻ്റെ ടോപ്പ് മിലിറ്ററി ചീഫ് പോലും കൺഫേം ചെയ്തത്. ഇസ്രായേൽ എത്രയും പെട്ടെന്ന് തിരിച്ചടിക്ക് തയ്യാറാകുന്നു പറയുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനെ ശമിപ്പിക്കാനായിട്ട് ഈ പ്രശ്നമൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന UK-യും ഫ്രാൻസും എല്ലാം ശ്രമിച്ചത് കാണാൻ സാധിക്കും. കാരണം UK-യുടെയും ജർമ്മനിയുടെയും ടോപ്പ് ഒഫീഷ്യൽസിനെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനായിട്ട് ഈ രാജ്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ട് ചെന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുത്തോളാമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കാര്യമായി ഇടപെടൽ വേണ്ടെന്ന് പറയുന്ന രീതിയിലായിരുന്നു ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ചത്. അമേരിക്ക ആണെങ്കിൽ അവരുടെ ഡിഫൻസ് സെക്രട്ടറിയെ അങ്ങോട്ടേക്ക് ഔദ്യോഗികമായിട്ട് അയച്ചിരുന്നു. ഡിഫൻസ് സെക്രട്ടറി അങ്ങോട്ട് ചെന്ന് ഇസ്രായേലിൻ്റെ മിലിറ്ററി ചീഫുമായിട്ട് സംസാരിക്കുന്ന സമയത്തും മിലിറ്ററി ചീഫ് ഞങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് തിരിച്ചടി നൽകേണ്ടിരുന്ന രീതിയിലായിരുന്നു ഇതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഏത് സമയത്തും സംഭവിച്ചേക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കാണാൻ സാധിച്ചു. അങ്ങനെയായിരുന്നു ഇന്ന് ഏപ്രിൽ 19 ഈ തിരിച്ചടി വന്നിരിക്കുന്നത്. എന്താണ് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി? ഏപ്രിൽ 19 അതിരാവിലെയായിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നത്. അതായത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിട്ട് കണക്കാക്കുന്ന ഇസ്ഫഹാൻ എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു ആ സമയത്ത് ബ്ലാസ്റ്റുകൾ സംഭവിച്ചത്. ബ്ലാസ്റ്റ് സംഭവിക്കുക മാത്രമല്ല ആ സിറ്റിയിൽ ഇറാൻ സംഘടിപ്പിച്ചിരിക്കുന്ന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയതായിട്ടും വാർത്തകൾ വന്നിരുന്നു. ഈ ഒരു സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാന്റെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന 4 മേജർ ന്യൂക്ലിയർ സെൻറ്റേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അതായത് ന്യൂക്ലിയർ എനർജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും റിസർച്ച് ചെയ്യുന്ന ഇറാന്റെ ചില സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സെൻറ്ററാണ് നെറ്റൻസ് എന്ന് പറയുന്ന ആണവ നിലയം. ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസും ഇറാന്റെ ആർമി ബേസും ശക്തമായി നിലയുറപ്പിച്ച് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു സിറ്റിയിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു പറയുന്ന ആരോപണം പലപ്പോഴും ഇസ്രായേലും അമേരിക്കയും ഉന്നയിച്ചിട്ടുണ്ട്. അത് കൺട്രോൾഡ് ആണെന്നും ഇറാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അവരുടെ സ്വന്തം ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അല്ലാതെ ആയുധമാക്കി മാറ്റാനുള്ളതല്ലാത്ത രീതിയിലായിരുന്നു ഇറാൻ ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്തെ ഏത് സമയത്ത് വേണമെങ്കിലും ആക്രമിക്കാമെന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ട് അവിടെ ശക്തമായ ഒരു സുരക്ഷയായിരുന്നു ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ആ സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രത്തിൽ ആ ഒരു പ്രദേശത്താണ് ഇസ്രായേൽ ആക്രമിച്ചു പറഞ്ഞുള്ള വാർത്ത പുറത്തു വന്നത്.
ഈ വാർത്തയെ സ്ഥിരീകരിച്ചത് അമേരിക്കയുടെ ചില ടോപ്പ് ഒഫീഷ്യൽസാണ്. ഈ ഒഫീഷ്യൽസ് ആരാണെന്നോ ഇവർ എന്തുകൊണ്ട് ഇത് സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ല. പ്രത്യേകിച്ച് ബ്ലൂംബർഗും ന്യൂയോർക്ക് ടൈംസുമാണ് ഈ കാര്യത്തെപ്പറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സോ അറ്റാക്ക് നടന്നു, അതിൽ ചില പ്രദേശങ്ങളിൽ ബ്ലാസ്റ്റ് സംഭവിച്ചു പറയുന്ന കാര്യത്തെപ്പറ്റിയും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആൾനഷ്ടമോ ഒരു തരത്തിലെ കേടുപാടോ ഇറാന് സംഭവിച്ചില്ല എന്നാണ് ഇറാൻ്റെ മീഡിയാസ് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു വിഷയം പുറത്തു വന്ന സമയത്തും റോയിട്ടേഴ്സ് പോലത്തെ മാധ്യമങ്ങൾ കവർ ചെയ്തൊരു കാര്യമായിരുന്നു, ഇറാനിൽ ഈ ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഡ്രോണുകൾ അയച്ചതായിട്ടും ആ ഡ്രോണുകളെ ഇറാൻ കൃത്യമായിട്ട് തടഞ്ഞു നിർത്തിയെന്നും അതിനെ തകർത്തു എന്ന് പറയുന്ന രീതിയിലുമാണ് വാർത്തകൾ വന്നത്. മാത്രമല്ല ബ്ലാസ്റ്റായിട്ട് പുറത്തു വന്ന ആ ഒരു ന്യൂസ്, അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അവർ ആക്ടിവേറ്റ് ചെയ്താണെന്നും അത് ആക്ടിവേറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു മാറ്റമാണെന്ന രീതിയിലാണ് ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സോ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും അവരുടെ ഭാഗത്ത് ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ ആൾനഷ്ടം ഉണ്ടായെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം സ്ഥിരീകരണം വരാത്ത ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ ഇത്രമാത്രം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അവിടെയാണ് ഇറാനും ഇസ്രായേലും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുടെ ആ ഒരു ആജന്മ ശത്രുത അത് ഇത്രമാത്രം തീവ്രമായിട്ട് മാറണമെന്ന് ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ നേതാക്കന്മാരും ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ അതൊരു ഓപ്പൺ വാറായിട്ട് മാറുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ ഒരു ക്രമം തന്നെ മാറ്റിമറിക്കും എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ഈവൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനായിരിക്കും അത് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത്. കാരണം അമേരിക്ക പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ കാര്യമായിരുന്നു ഇറാനുമായിട്ട് പ്രശ്നത്തിൽ ഏർപ്പെടാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഈ ഒരു പ്രശ്നമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ, അതായത് ഇസ്രായേൽ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചു, അത് കഴിഞ്ഞ് ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുൻകൂട്ടി വാണിംഗ് നൽകിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴും അമേരിക്ക പറഞ്ഞൊരു കാര്യമായിരുന്നു ഇസ്രായേൽ ഒരു ഓപ്പൺ വാറിലോട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇസ്രായേൽ നടപ്പാക്കിയ നീക്കങ്ങൾ അത് മൊത്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു കൗണ്ടർ ഒഫൻസീവിനാണ് തയ്യാറായത്. അതായത് അമേരിക്ക പറഞ്ഞൊരു മേജർ പോയിന്റ് ആയിരുന്നു ഇറാൻ നിങ്ങളെ ആക്രമിച്ചു, പക്ഷേ ആ ഒരു ആക്രമണത്തിൽ കാര്യമായ പ്രശ്നം ഇസ്രായേൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഇസ്രായേലിനാണ് വിജയം വന്നിരിക്കുന്നത്. ഇറാൻ്റെ 300-ലധികം വരുന്ന ഡ്രോണുകളും അവരുടെ മിസൈലുകളും തടഞ്ഞു നിർത്താനായിട്ട് ഇസ്രായേലിന് സാധിച്ചു. സോ ഇസ്രായേൽ വിജയം നേടിക്കഴിഞ്ഞു. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളോ അല്ലെങ്കിൽ അമേരിക്ക അവരുടെ ഡിപ്ലോമാറ്റ്സിനെ അയച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടത്തിയപ്പോഴും അതിനെല്ലാം പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ഇറാനെ ആക്രമിക്കാൻ തയ്യാറായെന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇസ്രായേൽ നൽകുന്ന വില അത്രയുള്ളെന്ന രീതിയിലായിരിക്കും ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്ന കാര്യത്തെപ്പറ്റിയും ഇവിടെ പറയാൻ സാധിക്കും. മറുഭാഗത്താണെങ്കിൽ റഷ്യയും ചൈനയും ഓൾറെഡി ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈവൻ റഷ്യയുടെ പല വെപ്പൺസും ഇറാന് കൈമാറിയിട്ടുണ്ട്. അവരുടെ S-300 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റവും അവരുടെ പല യുദ്ധവിമാനവും ഇന്ന് ഇറാന് സ്വന്തമാണ്. ഇതുകൂടാതെ തന്നെ ഇറാന്റെ ചീപ്പസ്റ്റ് ആയിരിക്കുന്ന ഡ്രോണുകളും റഷ്യ സ്വന്തമാക്കുന്നുണ്ട്. സോ റഷ്യയും ഇറാനും തമ്മിലുള്ള ആ ഒരു വെപ്പൺ ട്രേഡ് ഇന്ന് ശക്തമായി മാറിയിട്ടുണ്ട്. ഒരു യുദ്ധം വരികയാണെങ്കിൽ റഷ്യ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇറാന്റെ പിറകിൽ നിന്നേക്കാം എന്ന് പറയുന്നത് ഏറ്റവും സത്യമായ കാര്യമാണ്. സോ റഷ്യ അമേരിക്ക എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുടെ ആ ഒരു ഷാഡോ വാർ ഇവിടെ ശക്തമായി മാറുമെന്ന് പറയുന്ന ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ബെനിഫിറ്റ് ലഭിക്കുന്ന ചില രാജ്യങ്ങളൊന്നായിട്ട് റഷ്യയും ചൈനയും എല്ലാം മാറുന്നുണ്ട്. സോ റഷ്യ, ചൈന, അമേരിക്ക, ഈവൻ ഫ്രാൻസ്, ഇങ്ങനെ പല രാജ്യങ്ങൾക്കും ഇതുവഴി ബെനിഫിറ്റാണ്. പക്ഷേ ബെനിഫിറ്റ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടാൻ പോകുന്നത് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കാണ്. ഈവൻ ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് മാറിയേക്കാം. കാരണം ഇന്ത്യയുടെ എക്കോണമിയെ പോലും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറും. ഇന്ത്യയുടെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിനെ മുഴുവനും പിടിച്ചെടുക്കുന്ന ഒരു കാര്യമായി മാറിയേക്കാം. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ കൈവശവും ആണവായുധം ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകൾ പല സമയങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ കയ്യിൽ ഔദ്യോഗികമായിട്ട് ആണവായുധം ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പല വേദികളിൽ അമേരിക്ക പോലും കൺഫേം ചെയ്ത കാര്യമാണ്. ഇറാന്റെ കൈവശം ആണവായുധം നിർമ്മിക്കാനുള്ള യുറാനിയത്തിൻ്റെ അളവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഏത് സമയത്തും ആണവായുധം വേണമെങ്കിൽ നിർമ്മിക്കുക എന്ന് പറയുന്ന കാര്യം അവിടെ മുന്നിലുണ്ട്. ഇറാന് സപ്പോർട്ടായിട്ട് റഷ്യയും പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആണവായുധം സ്വന്തമാക്കാനായിട്ട് അധികം കാലം എടുക്കില്ല എന്ന് പറയുന്ന ഇസ്രായേലിനും ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് പറയുന്ന ഒരു തർക്കവുമില്ല. സോ ഇവിടെ ഏറ്റവും അവസാനിക്കുന്ന സംശയമാണ് ഈ മുഴുവൻ പ്രശ്നത്തിൻ്റെയും മൂല കാരണം എന്താണെന്ന് പറയുന്ന ഒരു ചോദ്യം. ആ ചോദ്യമാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് നോക്കുക. രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഈ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ലാഭവും നഷ്ടവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ലാഭം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ആ രാജ്യങ്ങളിലെ തലവന്മാരായിരിക്കും. അതായത് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലും ഇസ്രായേലിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടം മാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ആ ഒരു ഭരണകൂടത്തെ മാറ്റാനായിട്ട് ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭരണകൂടം തൽക്കാലം ഇവിടെ നിലനിൽക്കണമെന്നും ഈ ഒരു ഭരണകൂടമാണ് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യമായ ഒരു കാര്യമെന്ന രീതിയിലായിരുന്നു ഇതിനെ ബെഞ്ചമിൻ നെതന്യാഹു ചിത്രീകരിച്ചത്. സോ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അധികാരത്തിലുള്ളതിന് പ്രധാനപ്പെട്ട കാരണം ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫാർ റൈറ്റ് വിങ് ആയിരിക്കുന്ന ഗ്രൂപ്പുകളാണ്.
ഈ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന ദേശീയത ശക്തമാക്കി മാറ്റണമെന്നാണ്. ദേശീയത ഒരു രാജ്യത്തിൻ്റെ ആ ഒരു വികാരം ശക്തമാക്കി മാറ്റണമെങ്കിൽ അവർ മറ്റൊരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ ശക്തി പകരുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോഴാണ്. ഒരു രാജ്യത്തെ തിരിച്ചടിച്ചില്ലെങ്കിൽ അതൊരു മോശമായ കാര്യമാണെന്നും തങ്ങൾക്കതൊരു മോശം പേരാണെന്ന രീതിയിലായിരുന്നു ഇവിടെയുള്ള പല മിനിസ്റ്റേഴ്സും ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിക്കാനായിട്ട് നിർബന്ധിതനായിട്ട് മാറിയത് കാണാൻ സാധിക്കും. ഇതേ സെയിം സിറ്റുവേഷനാണ് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്. ഇറാനിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിലും ഇതേ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. അവിടെയുള്ള എബ്രഹാം റൈസി ആണെങ്കിലും ആയത്തുള്ള അലി ഖമേനി ആണെങ്കിലും ഇവർക്കെല്ലാം അധികാരം വേണമെങ്കിൽ, അധികാരം ശക്തമായി തുടരണമെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് കുറയേണ്ടതുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കേണ്ട ആവശ്യകത ശക്തമാക്കി മാറ്റേണ്ടതുണ്ട്. ഇത് മാത്രമല്ലാതെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറുതും വലുതുമായ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഇറാന്റെ പേരും ഇറാന്റെ പ്രശസ്തിയും ശക്തമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കാനായിട്ട് നിർബന്ധിതരായിട്ട് മാറിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് രാജ്യങ്ങളുടെയും പൊളിറ്റിക്കൽ ആൻഡ് പവറിന് വേണ്ടിയുള്ള പ്രശ്നം ഇന്ന് ലോകത്തിലെ സാധാരണക്കാരെ ഓരോരുത്തരും ബാധിക്കുന്ന കാര്യമായി തീരുമ്പോൾ അതിൽ ബലിയാടായി മാറുന്നത് സാധാരണക്കാരായ നിങ്ങളും ഞാനും എല്ലാം ആയിരിക്കും എന്ന് പറയുന്ന ഒരു തർക്കവുമില്ല. നമ്മളെ കൂടാതെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്നത് ആ രാജ്യങ്ങളകത്തുള്ള ചെറിയ കുട്ടികളും ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുമാണ്. ഈ സാധാരണക്കാരെയും ചെറിയ കുട്ടികളെയും വേട്ടയാടാനായിട്ട് അധികാര തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് മാറുന്ന യുദ്ധമാണെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യവുമാണ്. ഈ കാര്യത്തെപ്പറ്റി തിരിച്ചറിയുക. ഇതിനെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് വർഗീയമായിട്ടുള്ള പ്രശ്നമായി മാറ്റുവാനും ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.